നമസ്കാരം, ഞാൻ ക്രിസ്tina ചെറിയാൻ. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ധാരണയായി. പദവി ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി സന്നദ്ധത അറിയിച്ചതായി നേതാക്കൾ. മോദിയുടെ ഏകാധിപത്യ ഭരണത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ കൃത്യമായി ഉന്നയിക്കാൻ ശക്തമായ പ്രതിപക്ഷം വേണമെന്ന് പ്രവർത്തക സമിതി വിലയിരുത്തി. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ഒരേ സ്വരത്തിൽ, ശക്തമായ സ്വരത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയിൽ സംവിധാനം, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ അലയൻസും ഉയർത്തിയ മഹത്തരമായിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി പാർലമെന്റിനകത്ത് തുടരാനും രാഹുൽ ഗാന്ധി നേതാവായി തുടരണമെന്നുള്ള ആഗ്രഹമാണ് CWC യുനാനിമസ് ആയിട്ട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹം ആലോചിച്ച് ഉടൻ തന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിയും റായ്ബറേലി നിലനിർത്താനാണ് ധാരണ. അടുത്തയാഴ്ച രാഹുൽ വയനാട് സന്ദർശിച്ച ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി അനുയോജ്യയായ സ്ഥാനാർത്ഥിയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് 24നോട് പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ പകരം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേരും പരിഗണിച്ചേക്കാം. വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, ഒന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴുണ്ടാകും. രണ്ടാമത്തേത് വയനാട്ടിലെ മണ്ഡലം ഒഴിയുമോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമാകുന്നു എന്നതാണ്. അപ്പോഴും അവിടെ ഇതൊരു രാഷ്ട്രീയ ധാർമ്മികതയാണോ എന്ന ചോദ്യം മറ്റുള്ളവർ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ചില വിശദീകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊക്കെ എപ്പോൾ സംഭവിക്കും? ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നിലനിർത്തണം എന്നാണ് ഇപ്പോൾ പാർലമെന്ററി പ്രവർത്തക സമിതി യോഗത്തിൽ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടായ ഒരു ആവശ്യം. പ്രധാനമായും നിരവധി നേതാക്കൾ, ഭൂരിഭാഗം നേതാക്കളും ഈ ആവശ്യത്തെ അനുകൂലിക്കുകയും ചെയ്തു. അതേസമയം കേരളത്തിലെ നേതാക്കൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തുടരണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും इंसान पार्टी के लिए पूरी अपनी खुशियां छोड़कर पार्टी की सेवा कर रही है, तो इसलिए मैं तो उनको सैल्यूट करता हूँ. ऐसे उनके तकलीफात में भी उन्होंने अपने सब काम पीछे रखकर देश के लिए वो पूरी ताकत लगा रही है. आपने आज एक बार फिर राहुल जी को कहा जिम्मेदारी लेने के लिए, क्या वो लोकसभा में जिम्मेदारी उठाएंगे आपको लगता है? अब वो वेट एंड सी. प्रधानमंत्री का लोग लेंगे, उस पर क्या कहेंगे? अरे वेट एंड सी बोले तो क्या भी, इसका मतलब क्या है? വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായ ഒരു ഉത്തരം പറയുന്നില്ല, എല്ലാം കാത്തിരുന്ന് കാണുക എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും എല്ലാം കാത്തിരുന്ന് കാണണമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോഴത്തെ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യമാണ് ഭൂരിഭാഗം നേതാക്കളും ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ മുന്നോട്ട് വെച്ചതും. ഈ ആവശ്യത്തെ രാഹുൽ ഗാന്ധി അംഗീകരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകാതെ ഒരു പ്രഖ്യാപനത്തിലേക്ക് എന്തായാലും കോൺഗ്രസ് കടക്കും. മാത്രമല്ല സോണിയാഗാന്ധി പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണെ ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തു. എന്തായാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യം, പ്രത്യേകിച്ചും മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടാകണം, പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ ഉണ്ടാകണമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത്. അതിനോട് രാഹുൽ ഗാന്ധി അതിനായി ഒരു പ്രമേയം തന്നെ ഇന്ന് പാസ്സാക്കുകയും ചെയ്തു. ഇതോടെ രാഹുൽ ഗാന്ധി എന്തായാലും അംഗീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പാർലമെന്റ് പാർട്ടി യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധിയും ഈ പാർലമെന്റിൽ നിന്നും ഇപ്പോൾ നേതാക്കളെല്ലാം ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റായ്ബറേലി രാഹുൽ ഗാന്ധി നിലനിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ഉത്തർപ്രദേശിലെ PCC ഘടകം ഹൈക്കമാൻഡുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തുമ്പോൾ ആരാകും വയനാട്ടിലെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലാണ് ഇനി ചർച്ചകൾ ഉയരുന്നത്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ പേരടക്കം ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ ഇറക്കി മണ്ഡലം നിലനിർത്തുമോ അതല്ല കേരളത്തിലെ നേതാക്കളെ തന്നെ മത്സരത്തിൽ ഇറക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിൽ തുടരും. ഈ മാസം 17-നകം നമുക്ക് വ്യക്തമാകും രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തുമോ അതല്ല റായ്ബറേലി നിലനിർത്തുമോ എന്ന കാര്യം.
കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം അവസാനിച്ചു. സോണിയാഗാന്ധിയെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി വീണ്ടും ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, പാർലമെന്ററി പാർട്ടി യോഗം അവസാനിച്ചു. അതിനുശേഷമാണല്ലോ ഇപ്പോൾ നമ്മൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രതികരണം കണ്ടത്. പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി സോണിയാഗാന്ധിയെ ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ നിതിൻ പറഞ്ഞു വന്നതുപോലെ തന്നെ റായ്ബറേലി മണ്ഡലം നിലനിർത്താനും വയനാട് ഉപേക്ഷിക്കാനും തീരുമാനിച്ചാൽ വയനാട്ടിലെ വോട്ടർമാരെ അത് ബോധ്യപ്പെടുത്തുക എന്ന ചുമതല കൂടി രാഹുൽ ഗാന്ധിക്കുണ്ട്. കാരണം കൃത്യമായി എന്തുകൊണ്ട് ആ തീരുമാനമെടുത്തു, പലപ്പോഴും തന്റെ കുടുംബമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വയനാടിനെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം എന്തുകൊണ്ട് എടുത്തു എന്നതും ബോധ്യപ്പെടുത്തേണ്ടി വരില്ലേ രാഹുൽ ഗാന്ധിക്ക്? തീർച്ചയായും ക്രിസ്ത്യന സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഇപ്പോൾ സോണിയാഗാന്ധിയെ പാർലമെന്ററി ചെയർപേഴ്സണായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഐക്യകണ്ഠേന തന്നെയാണ് ഒരു തീരുമാനമുണ്ടായത്. പേര് മല്ലികാർജ്ജുൻ ഖർഗെ നിർദ്ദേശിച്ചു. ഗൗരവ് ഗൊഗോയ്, അതോടൊപ്പം താരിഖ് അൻവർ, കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പേര് പിന്തുണയ്ക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത ശേഷം ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം പിരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പേര് ഇപ്പോൾ എന്തായാലും യോഗത്തിൽ നേതാക്കളടക്കം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി സ്പീക്കർക്ക് ആ പേര് നൽകാനുള്ള തീരുമാനമാകും സ്വീകരിക്കുക. അതിൽ കാത്തിരുന്ന് കാണാമെന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കിയത്. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ്. വയനാട് തന്റെ കുടുംബമാണെന്ന് പലവരും പറഞ്ഞ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ തട്ടകത്തിലേക്ക് മടങ്ങുമ്പോൾ രാഷ്ട്രീയമായ ഒട്ടേറെ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇത് ധാർമ്മികമായി ശരിയോ എന്ന് എതിർപക്ഷം ചോദ്യമുയർത്തുന്നു. പകരം ആരെന്നറിയാൻ അനുയായികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വയനാട് വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 4,30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം. പിന്നീട് ഇങ്ങോട്ട് വയനാട് തന്റെ വീടെന്ന് രാഹുൽ പലതവണ ആവർത്തിച്ചു. പ്രസംഗത്തിന്റെ പേരിൽ അയോഗ്യത കൽപ്പിച്ചപ്പോൾ, സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ തിരിച്ചു വന്നപ്പോൾ, ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെല്ലാം ഈ വാക്കുകൾ മുഴങ്ങിക്കേട്ടു. ഇത്തവണയും ഹൃദയവായ്പോടെ തന്നെ രാഹുലിനെ വയനാട്ടുകാർ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തു. വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷമായിരുന്നു റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനം. റായ്ബറേലിയിലെ വിജയത്തോടെ വയനാട് വിടാനുള്ള തീരുമാനം രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന വിമർശനം എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് നേരത്തെ പറയണമായിരുന്നു. അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഒക്കെ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് നമ്മുടെ വോട്ടിങ്ങിന് ശേഷം അത്തരം ഒരു തീരുമാനം എടുത്തത് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്ത ഒരു അനീതി തന്നെയാണ്. അത് മാത്രമേ എനിക്ക് ആവർത്തിക്കാനുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് പകരം വയനാട്ടിൽ ആര് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. സഹോദരി പ്രിയങ്ക മത്സരിക്കാനെത്തുമോ? ഇനി കാത്തിരിപ്പിന്റെ കൂടി ദിവസങ്ങളാണ് വയനാട്ടിലെ വോട്ടർമാർക്ക്. 24 വയനാട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ NDA സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ഭവനിൽ നാളെ വൈകിട്ട് 7:15 നരേന്ദ്രമോദി 3ാം തവണ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുക. വിവിധ രാഷ്ട്രങ്ങളുടെ ഭരണത്തലവന്മാരുൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. സർക്കാർ രൂപീകരിക്കാനായി രാഷ്ട്രപതി ഇന്നലെയാണ് നരേന്ദ്രമോദിയെ ക്ഷണിച്ചത്. ഞായറാഴ്ച 7:15 രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലും. പ്രധാനമന്ത്രിയായി സത്യവാചകം ചൊല്ലുന്ന നരേന്ദ്രമോദിക്കൊപ്പം 57ഓളം മന്ത്രിമാരും അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ തകൃതിയായ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നേപ്പാൾ, ശ്രീലങ്ക, മാലദ്വീപ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകും. 3ാം തവണ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി വിപുലമായ പരിപാടികളാണ് BJPയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദി സർക്കാർ ജനക്ഷേമ പദ്ധതികൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 100 ദിന കർമ്മപരിപാടികൾ പ്രഖ്യാപിക്കും. നിയുക്ത കേന്ദ്രമന്ത്രിമാരുടെ പട്ടിക ഇന്ന് രാത്രിയോടുകൂടി രാഷ്ട്രപതി ഭവന് കൈമാറുമെന്നാണ് വിവരം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറാൻ സമ്മതിച്ചത് തെറ്റായിപ്പോയെന്ന് കെ മുരളീധരൻ. തന്നെ ചതിച്ചവരെ ജനങ്ങൾക്കറിയാമെന്നും 24 ആൻസർ പ്ലീസ് പരിപാടിയിൽ പ്രതികരണം. തൽക്കാലം പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടവുമായുള്ള അഭിമുഖത്തിൽ കെ മുരളീധരൻ വ്യക്തമാക്കി. അങ്ങ് ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്ര വലിയൊരു തോൽവിക്ക് ശേഷവും അങ്ങ് നേതാക്കളെ കാണുന്നില്ല, പ്രവർത്തകരെ കാണുന്നില്ല. അങ്ങ് സത്യത്തിൽ ഒരു മെഡിറ്റേഷൻ മോഡിലാണിപ്പോൾ. എന്താണ് അങ്ങയുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നത്? ഇപ്പോൾ ഇതിൽ തെറ്റുകാരനാരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. കാരണം ഉറപ്പായി ജയിക്കുമായിരുന്ന വടകര വിട്ട് അവിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഏറെക്കുറെ ഏതാണ്ട് ഭാഗം പൂർത്തീകരിച്ചിരുന്നു.
അത് വിട്ട് തൃശ്ശൂർ പോയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലന്നുണ്ടായിരുന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലും ഒക്കെ ഉള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് തയ്യാറായി കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ പോയത്. പക്ഷേ ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം. വസ്തുതകൾ മനസ്സിലാക്കി തീരുമാനമെടുക്കണമെന്ന പാഠമാണ് തൃശ്ശൂരിലെ തോൽവി പഠിപ്പിച്ചതെന്നാണ് കെ മുരളീധരന്റെ ആദ്യ അഭിമുഖത്തിലെ ആദ്യ പ്രതികരണം. തൃശ്ശൂരിലെ തോൽവിയുടെ പേരിൽ കോൺഗ്രസിന്റെ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. തോൽവിയിൽ തന്നെ ചതിച്ചവരെ ജനങ്ങൾക്കറിയാം. KPCC ഒരു അന്വേഷണ കമ്മീഷനും വെക്കണ്ട. കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുമ്പോൾ അവിടെ തല്ലു നടക്കാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ കമ്മീഷൻ വേണ്ട. തന്നെ ചതിച്ചവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പല്ലെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. ഞാൻ പറയുന്നു, ആരുടെയും പേര് ഞാൻ പറയില്ല. ദ്രോഹിച്ച ആളുകളെ ജനത്തിന് നന്നായിട്ട് അറിയാം. പാർട്ടി പ്രവർത്തകർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. അതിൻ്റെയൊക്കെ റിയാക്ഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതൊക്കെ പഴുതടച്ച് കാര്യങ്ങൾ നടത്താനുള്ള നേതൃത്വം അക്കാര്യത്തിൽ അവർ എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നു, അന്വേഷണം നടത്തി പ്രശ്നം വഷളാക്കണ്ട. ഞാൻ എന്നെ പുറയിൽ നിന്നും കുത്തിയവരെ ജനത്തിന് വിട്ടുകൊടുക്കുക. BJP സ്വാഗതം ചെയ്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസ് വിട്ടുപോകുന്ന കാര്യം ഇപ്പോൾ ആലോചനയില്ലെന്നായിരുന്നു മറുപടി. 2 തവണ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി, നിയമസഭയിലേക്ക് 3 തവണ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെയൊക്കെ ഒരു പാർട്ടീനെ ഉപേക്ഷിച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ പുച്ഛ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തറപ്പിച്ച് പറയാം, ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ഞാനെന്നും ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സജീവ പ്രവർത്തനം നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുകയാണ്, അത്രയേ ഉള്ളൂ. ലോകസഭാ വിജയത്തിലെ ട്രെൻഡ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ലെന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തൽക്കാലം ഒരു പദവിയിലേക്കുമില്ലെന്നും പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണെന്നും 24ന്റെ ആൻസർ പ്ലീസിൽ മുരളീധരൻ മനസ്സ് തുറന്നു. കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ മുന്നറിയിപ്പാണ് മുരളീധരൻ വിട്ടുനിൽക്കലിലൂടെ നൽകുന്നത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. നീറ്റ് വിവാദത്തിൽ വീണ്ടും വിശദീകരണവുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് NTA ചെയർമാൻ സുബോധ് കുമാർ സിംഗ് ആവർത്തിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം സമയനഷ്ടത്തിന് ഗ്രേസ് മാർക്ക് നൽകിയതുകൊണ്ടാണ് 44 പേർക്ക് മുഴുവൻ മാർക്കും ലഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും സുബോധ് കുമാർ സിംഗ് പറഞ്ഞു. The question paper in social media was, I think, around 4:28, 4:29 p.m. after the start of 2 hours, 28 minutes later. So we said that there is no paper leak, and we reconducted the exam at that center with a different question paper, and it went smoothly. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, നീറ്റ് അത്ര നീറ്റായിട്ടല്ല നടന്നതെന്ന പരാതി ഉയരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അത്തരത്തിലുള്ള അഴിമതികളൊന്നും തന്നെ നടന്നിട്ടില്ല, അട്ടിമറികളൊന്നും തന്നെ നടന്നിട്ടില്ല, എന്നാൽ കാര്യം പരിശോധിക്കും, പക്ഷേ പരീക്ഷ വീണ്ടും നടത്തില്ല. ഇതാണോ നിലപാട്? ക്രിസ്ത്യന് ഏതാണ്ട് 67 വിദ്യാർത്ഥികൾക്കാണ് ഈ നീറ്റ് പരീക്ഷയിൽ ഫലം പുറത്തു വന്നപ്പോൾ 1ാം റാങ്ക് ലഭിക്കുന്നത്. തുടർന്നായിരുന്നു ഈ വിവാദമുണ്ടായത്. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിക്കുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു വിശദീകരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അതിൽ ഇന്ന് ഈ NTA ചെയർമാൻ സുബോധ് കുമാർ സിംഗ് പ്രതികരിച്ചത്, ഇതിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം അദ്ദേഹം തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മറിച്ച് ഇതൊരു സുതാര്യമായ ഏജൻസിയാണ്. നിലവിൽ ഈ പ്രശ്നങ്ങൾ, അതായത് ഈ 6 സെന്ററുകളിലെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് 1600ഓളം വിദ്യാർത്ഥികൾക്കാണ് ഈ ഗ്രേസ് മാർക്ക് നൽകിയത്. ഇതിൽ 44 പേർക്ക് 1ാം റാങ്ക് ലഭിക്കുകയായിരുന്നു. ആ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുവാൻ വേണ്ടി ഒരു സമിതി രൂപീകരിച്ചതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതായത് UPSCയുടെ മുൻ ചെയർമാൻ അധ്യക്ഷനായ സമിതിയായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുക. പ്രാഥമികമായി മുൻഗണന ആ വിഷയത്തിനായിരിക്കും നൽകുക. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റു പരാതികൾ കൂടി ഈ സമിതി പരിശോധിക്കുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മറിച്ച് ഇത്തരത്തിൽ ക്രമക്കേടുകളൊന്നും തന്നെ നടന്നിട്ടില്ല. CCTV ദൃശ്യങ്ങൾ എല്ലാ സെന്ററിലും ഏർപ്പെടുത്തിയിരുന്നു. അത് പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ മറ്റ് നടപടികൾ പുരോഗമിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട
നിയമ നടപടിക്കും മറ്റ് അന്വേഷണത്തുമായി ബന്ധപ്പെട്ട പരാതികളും വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും കോൺഗ്രസ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. MSF ഈ വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാനായി കൂടി ഇരിക്കുകയാണ്. IMAയുടെ ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് CBI അന്വേഷിക്കണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ വിഷയവുമായി ബന്ധപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും കൂടി രംഗത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആ വിവാദം ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ കൂടി ഈ NTA നൽകുന്നുണ്ട്. ക്രിസ്റ്റിന. ശരി, ഡൽഹിയിൽ നിന്ന് R. അച്യുതനാണ് വിവരങ്ങളുമായി ചേർന്നത്. അങ്കമാലിയിൽ 4 കുടുംബം വീടിനുള്ളിൽ വെന്തുമരിച്ച സംഭവത്തിൽ തീപിടുത്തത്തിന് കാരണം AC-യിൽ നിന്നുള്ള ലീക്കെന്ന് പ്രാഥമിക നിഗമനം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നാളെ വിശദമായ റിപ്പോർട്ട് നൽകും. ശരീരത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം പരിശോധിക്കാൻ സ്കിൻ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, ഈ AC-യുടെ ഗ്യാസ് ചോർന്നുണ്ടായ അതിൽ നിന്ന് തീപിടുത്തമുണ്ടായി എന്നാണല്ലോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ AC-യുടെ ഇൻസ്റ്റലേഷൻ, അത് കൈകാര്യം ചെയ്യുന്ന രീതി, ഇതൊക്കെ ഈ ലീക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടാക്കാമെന്ന് കേട്ടിട്ടുണ്ട്. മാത്രവുമല്ല, മറ്റ് ഇലക്ട്രിക്കൽ സാധനങ്ങളിലേക്ക് ഈ ചോർച്ച വന്നു കഴിഞ്ഞാൽ അത് തീപിടുത്തത്തിന് കാരണമാകാമെന്നും കേട്ടിട്ടുണ്ട്. ഇവിടെ എന്തായിരിക്കാം സംഭവിച്ചത്? അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? ക്രിസ്റ്റീന, നിലവിൽ പ്രാഥമികമായി പോലീസിന്റെ വിലയിരുത്തലാണ് AC-യിൽ നിന്നുണ്ടായ ചില ലീക്ക്, അത് പിന്നീട് വയറിംഗ്, ഈ വീടിനുള്ളിലെ വയറിംഗും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു, അങ്ങനെ തീ പടർന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. വിശദമായ റിപ്പോർട്ട് നാളെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നൽകും. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകുക. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് 4 പേരുടെയും. അതിൽ പൊള്ളലേറ്റ് തന്നെ ഇവർ മരിച്ചു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായ നിഗമനം. ഒപ്പം ഇവർ ബോധരഹിതരായി, ഈ പുക ശ്വസിച്ച് ബോധരഹിതരായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവർക്ക് രക്ഷപ്പെടാനാകാതിരുന്നത് എന്നാണ് വിലയിരുത്തൽ. എന്തായാലും പോലീസ് ഇതിന്റെ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഒരു അപകട മരണം എന്നതിനപ്പുറത്തേക്ക് എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് തന്നെയാണ് എറണാകുളം റൂറൽ SP വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ്. ഈനാട് ഗ്രൂപ്പ് MDയും രാമോജി ഫിലിം സിറ്റി സ്ഥാപകനുമായ രാമോജി റാവു അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബുധനാഴ്ചയാണ് രാമോജി റാവുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില വഷളായതിനാൽ ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ചികിത്സ. ഇന്ന് പുലർച്ചെ 5 മണിയോടെ മരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം ഹൈദരാബാദിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. 2 വർഷം മുമ്പാണ് അർബുദ രോഗത്തെ അതിജീവിച്ച് രാമോജി റാവു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഫിലിം സിറ്റിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ മാധ്യമ, സിനിമ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തുന്നത്. ഫിലിം സിറ്റിയിൽ നാളെ രാവിലെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. 24 ബംഗളൂരു. കങ്കണ റണൌത്തിനെ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് കരണത്തടിച്ച CISF ഉദ്യോഗസ്ഥയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കുൽവീന്ദർ കൗറിനെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. സംഭവത്തിൽ കങ്കണയ്ക്കെതിരെ വിമർശനവുമായി ശിരോമണി അകാലിദൾ രംഗത്തെത്തി. വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ കങ്കണയെ അടിച്ചെന്ന പരാതിയിലാണ് CISF ഉദ്യോഗസ്ഥ കുൽവീന്ദർ കൗറിനെതിരെ കേസെടുത്തത്. IPC 341, 321 വകുപ്പുകൾ പ്രകാരമാണ് മൊഹാലി പോലീസ് കേസെടുത്തത്. ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിന് പിന്നാലെ നേരത്തെ കുൽവീന്ദർ കൗറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. 100 രൂപയ്ക്ക് വേണ്ടിയാണ് കർഷകർ തെരുവിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നതെന്ന കങ്കണ നടത്തിയ പ്രസ്താവനയാണ് CISF ഉദ്യോഗസ്ഥയായ കുൽവീന്ദറിനെ പ്രകോപിപ്പിച്ചത്. തന്റെ അമ്മയും പ്രതിഷേധത്തിൽ പങ്കാളിയായിരുന്നുവെന്നും കുൽവീന്ദർ കൗർ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ സംഭവത്തിൽ കങ്കണ റണൌട്ടിനെതിരെ ശിരോമണി അകാലിദൾ രംഗത്തെത്തി. തന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കണമെന്ന് ശിരോമണി അകാലിദൾ MP ഹർസിമ്രത് കൗർ ആവശ്യപ്പെട്ടു. മണ്ടത്തരങ്ങൾ പറയുമ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് ശിരോമണി അകാലിദൾ വിമർശിച്ചു. 24 ഡൽഹി. ഇറാൻ ബന്ധമുള്ള അവയവക്കടത്ത് സംഘത്തിനിരയായ പാലക്കാട് സ്വദേശി ഷമീർ പോലീസ് കസ്റ്റഡിയിൽ. ഇയാളെ മാപ്പ് സാക്ഷിയാക്കിയേക്കും. കേസിൽ ഇതുവരെ പിടിയിലായ 3 പ്രതികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇന്ന് പുലർച്ചെയാണ് പാലക്കാട് സ്വദേശി ഷമീറിനെ കോയമ്പത്തൂരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. മൊഴി രേഖപ്പെടുത്താനായി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചു. അവയവക്കടത്ത് സംഘത്തിന്റെ പ്രവർത്തന രീതി ഷമീറിലൂടെ കണ്ടെത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ.
2 മാസം മുൻപാണ് ഇറാനിൽ വെച്ച് ഷമീർ വൃക്കമാറ്റൽ ശസ്ത്രക്രിയക്ക് വിധേയനായത്. നിലവിൽ ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇയാൾ അവയവമാഫിയുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കേസിൽ പിടിയിലായ സാബിത്ത് നാസർ, സജിത്ത് ശ്യാം, ബല്ലം രാമപ്രസാദ് ഗൊണ്ട എന്നിവരുടെ രഹസ്യമൊഴി അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപിൽ ഉടൻ രേഖപ്പെടുത്തും. പ്രതികൾ മൊഴി മാറ്റാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ്.